ഇനി നമുക്കൊരു കള്ളന്റെ വാർത്തയിലേക്ക് പോയാലോ? ഒരു മോഷണത്തിന്റെ കഥ. കള്ളൻ എന്നൊക്കെ വിളിക്കാമോ എന്നറിയില്ല. അത് ഈ കഥ കേട്ടതിന് ശേഷം നിങ്ങളൊക്കെ തന്നെ തീരുമാനിക്കണം. പാർക്കിംഗ് ഏരിയയിൽ നിന്ന് ബൈക്കുമായി കള്ളൻ മുങ്ങി. തൊട്ടടുത്ത ഫോണിൽ ഫേസ്ബുക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ബൈക്ക് ഉടമയുടെ പോസ്റ്റ് കണ്ടത്. ജെന്റിൽമാൻ ബൈക്ക് എടുത്ത പാർക്കിംഗ് ഏരിയയിൽ തന്നെ RC ബുക്കും താക്കോലും വച്ചിട്ടുണ്ട്. എന്നെക്കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ട, എനിക്കൊരു സൈക്കിളുണ്ട്, ഞാൻ അതിൽ പോയിക്കോളാം. ഈ പോസ്റ്റ് വായിച്ച് കള്ളന്റെ മനസ്സ് കലങ്ങി. പിന്നെ എന്ത് സംഭവിച്ചുവെന്ന് പഞ്ചമി വേണുഗോപാൽ പറയും. പഞ്ചമി, വളരെ വ്യത്യസ്തനായ ഒരു കള്ളനാണ്. നമ്മൾ വ്യത്യസ്തനായ മനുഷ്യന്മാരെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഇത് മോഷണമെന്ന് പറയാമോ, അതോ ഇനി അയാൾക്ക് ശീലമില്ലാത്തത് കൊണ്ടാണോ, എന്താണെന്ന് കഥ വ്യക്തമായി പിടികിട്ടുന്നില്ല. അതെ മൂർത്തി, മാനസാന്തരം വരുന്ന കള്ളന്മാരെ കുറിച്ചുള്ള വാർത്തകൾ നമ്മൾ ഒരുപാട് കേൾക്കാറുണ്ട്. അങ്ങനെ ഒരു സംഭവം നമ്മൾ കേരളത്തിലും പാലക്കാടൊക്കെ ഈ അടുത്ത് നമ്മൾ വാർത്ത സംപ്രേഷണം ചെയ്തിട്ടുണ്ടായിരുന്നു. മാല മോഷ്ടിച്ച് അതിൻ്റെ പണം ആ കള്ളൻ തിരികെ ഏൽപ്പിക്കുന്ന ഒരു വാർത്തയൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇത് സൂറത്തിലാണ്, ഈ ഒരു സംഭവം സൂറത്തിലാണ് നടന്നിരിക്കുന്നത്. അതായത് കള്ളൻ വാഹനം മോഷ്ടിക്കുന്നു. അങ്ങനെ കള്ളൻ്റെ വാഹനത്തിൻ്റെ ഉടമ ഈ ഒരു ദൃശ്യങ്ങളും ഈ CCTV ദൃശ്യങ്ങളൊക്കെ എടുത്ത് ഒരു മനോഹരമായ കുറിപ്പോടുകൂടി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയാണ് ചെയ്തത്. ആ കുറിപ്പ് തന്നെ മനോഹരമാണ്. അതായത് കുഴപ്പമില്ല, വാഹനം എടുത്തോളൂ, പക്ഷേ അതിൻ്റെ RC ബുക്കും ഈ താക്കോലും എടുത്ത് പോയിക്കോളൂ, താൻ സൈക്കിളിൽ യാത്ര ചെയ്തോളാം എന്നാണ് ഈ വാഹന ഉടമ ഫേസ്ബുക്കിലൂടെ പറഞ്ഞിരിക്കുന്നത്. ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഈ കള്ളനിൽ എത്തുകയും അങ്ങനെ കള്ളന് മാനസാന്തരം വന്നിട്ട് ഈ വാഹനം അവിടെ തിരിച്ചേൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതിൽ മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം, ഇപ്പം നമ്മളൊക്കെ പലരും, അതായത് എന്തെങ്കിലും ഒരു സാധനം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ ഒന്ന് ചിന്തിച്ചു പോവും, ആ കള്ളനൊന്ന് മാനസാന്തരം തോന്നിയിരുന്നെങ്കിൽ എന്ന് നമുക്ക് ചിന്തിച്ചു പോവും. അങ്ങനെ ഒരു കള്ളനാണ്, ഉത്തമ ഉദാഹരണമായിട്ടുള്ളൊരു കള്ളനാണ് ഈ സൂറത്തിലെ കള്ളൻ എന്ന് വേണം നമുക്ക് പറയാൻ.